കിഷ്കിന്ദ കാണ്ഡം ടീമിൻ്റെ ഏറ്റവും പുതിയ സിനിമ എക്കോ, അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മൾ ആ ട്രെയിലറാണ് കാണാൻ പോകുന്നത്. ഒരു ആനുവൽ ട്രിലജി. ബാഹുൽ രമേശ് തിരക്കഥ എഴുതുന്ന സിനിമയാണിത്. കിഷ്കിന്ദ കാണ്ഡം, കേരള ക്രൈം ഫയൽസ് സീസൺ 2, അതിനുശേഷം എക്കോ. ഇത് മൂന്നും ഈ ആനിമൽസിനെ വെച്ചിട്ടുള്ളൊരു ട്രിലോജി ആണെന്നാണ് പറയുന്നത്. എനിക്ക് അതിനെക്കുറിച്ചൊരു ഫുൾ ധാരണ ഇല്ല കേട്ടോ, എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഏതായാലും എക്കോയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതുപോലെ ഇതിൻ്റെ ടീസർ വന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഈ ചരിത്രമായിട്ട് കണക്ട് ചെയ്ത് 2 രാജ്യങ്ങളൊക്കെയാണ് കണക്റ്റായി വരുന്നത്. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊക്കെ പറയുന്ന പോലത്തെ കുറേ ചോദ്യങ്ങൾ കുറച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് കാണേണ്ട, അല്ലെങ്കിൽ ഒരു ബേസിക് സാധനം പഠിച്ചിട്ട് കാണേണ്ട ഒരു സിനിമയായിട്ടാണ് ഞാൻ എക്കോയെ നോക്കി കാണുന്നത്. ദിനജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്യുന്ന, ബാഹുൽ രമേശ് തിരക്കഥ എഴുതി അദ്ദേഹം തന്നെ DOP ചെയ്തിട്ടുള്ള സിനിമയാണ്. മുജീബ് മജീദിൻ്റെ മ്യൂസിക്കാണ്, സൂരജ് ESൻ്റെ എഡിറ്റിംഗ് ആണ്, ആർട്ട് ഡയറക്ടർ സജീഷ് താമരശ്ശേരി. നമുക്ക് ട്രെയിലർ കാണാം, എന്നിട്ട് ബാക്കി വിശദമായിട്ട് സംസാരിക്കാം. മലയാള ഭാഷയിൽ എന്തോ ഒരു പേര് പറയാറുണ്ട്. ഇതാ അമ്മച്ചിയുടെ സൗണ്ടാണല്ലോ, പേര് ഓർമ്മയില്ല. മദ്രാസ് നേവൽ ബേസിൽ ഒരു ടിബറ്റൻ റോബോയിലുണ്ട്. ടിബറ്റൻ റോബോയിലോ അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ നേരത്തും നല്ല ഡോഗ് ഇട്ടോ, നല്ല കണ്ണൊക്കെ ഇട്ട്. ഇതിപ്പോ എന്താ നേവിക്ക് ഒരു ദിവസം നേവിക്കാർക്കും പട്ടിക്കുന്നുള്ള സപ്ലൈ ഉണ്ടായിരുന്നു. കുര്യച്ചൻ ബാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്ന അടുപ്പക്കാരൻ ക്യാമ്പ് ഡ്യൂട്ടി ഉണ്ട്. 3 കഴിഞ്ഞ് 4 ആഴ്ചയായിട്ടും ആളെ അടിവാരത്തെ കാണാൻ അത്തടിച്ചത്. ആൾക്ക് വേണ്ട കാര്യങ്ങള് നമ്മളെ കൊണ്ട് ചെയ്യും. 8 കഴിയുമ്പോഴാ അറിയാം. കുര്യച്ചൻ ആത്മാവാണോ? ചിലതൊക്കെ കറക്റ്റ് ആട്ടോ. പട്ടികൾ അളക്കുന്ന അളവില് മനുഷ്യരെ അളക്കാൻ പറ്റില്ല. I know you are here, bastard. From the Infinite Chronicles of Kuryachൻ. November 21. കുറച്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ സിനിമ തിയേറ്ററിൽ എത്താൻ വേണ്ടിയിട്ട്. എന്തായാലും തിയേറ്ററിൽ പോയി കാണുന്ന, അല്ലെങ്കിൽ കാണേണ്ട ഒരു ദൃശ്യാനുഭവമായിരിക്കും എന്ന് പറയുന്നൊരു ഫീൽ എനിക്കുണ്ട്. കാരണം നിങ്ങൾ ആ പ്രകൃതി, ആ കാലാവസ്ഥ, മഞ്ഞൊക്കെ സ്ക്രീനിൽ കാണിച്ച ആ കാലാവസ്ഥയെ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാമെന്ന് പറയില്ലേ, ഈ ട്രെയിലറിൽ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം തിയേറ്ററിൽ എന്തായിരിക്കും, ഒരു വലിയ സ്ക്രീനിൽ നമ്മളിത് കാണുമ്പോൾ. പിന്നെ മുജീബ് മജീദിൻ്റെ മ്യൂസിക്കിന് എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. എന്ന് വെച്ചാൽ നല്ല അടിപൊളി പ്രതീക്ഷയാണ്. പിന്നെ ഈ പറയുന്ന കുര്യച്ചൻ എന്ന് പറയുന്നത്, കുര്യച്ചൻ നമ്മളെ നടത്തിക്കളയും, വട്ടം ചുറ്റിച്ച് കളയും എന്നൊക്കെ പറയുന്ന, പക്ഷേ ഇതിൽ ആരാണ് കുര്യച്ചൻ എന്ന് പറയുന്ന ഒരു എക്സാക്ട് ഫിഗർ നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. കുര്യച്ച എന്ന് വിളിക്കുമ്പോൾ ഒരാൾ തിരിഞ്ഞു നോക്കുന്ന പോലെ അങ്ങനെ ഒരു ഫിഗർ നമുക്ക് കാണിച്ചു തന്നില്ല. അപ്പോൾ കുര്യച്ചൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ? കുര്യച്ചൻ എന്ന് പറയുന്നത് ഇവരുടെ സാങ്കല്പിക കഥാപാത്രമാണ്. കുര്യച്ചൻ പണ്ട് ഇങ്ങനെയായിരുന്നു, പണ്ട് അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്ന് കുര്യച്ചനെ കുറിച്ചുള്ള ഇൻഫിനിറ്റ് ക്രോണിക്കിൾസ് എന്നാണ് പറയുന്നത്. സോ കുര്യച്ചൻ എനിക്കറിയില്ല, ഇനി കുര്യച്ചൻ എന്നുള്ള വല്ല പട്ടിയാണോ, സാങ്കല്പിക പട്ടിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പറയുന്ന നായ്ക്കളെ കൊണ്ടുവരിക, എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നൊക്കെ പറയുന്നത് പോലെ, സപ്ലൈ ചെയ്യാന്ന് പറയുന്ന പോലെ, അങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ ഇയാൾക്ക് ഉണ്ടായിരുന്നു. ചിലപ്പോൾ അയാൾ ഈ സിനിമയിൽ, ഈ ട്രെയിലർ നമ്മൾ കണ്ടിട്ടുള്ള മറ്റേതെങ്കിലും ക്യാരക്ടർ ആയിരിക്കാം. എനിക്ക് ചുമ്മാ ട്രെയിലർ കണ്ടപ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യുന്നതാണ്. എന്തായാലും ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മൾ കൂടുതലും സംസാരിക്കാൻ പോകുന്നത്, ഇപ്പോൾ സന്ദീപ് പ്രദീപ് ഉണ്ട്, പുള്ളി അടിപൊളി ആർട്ടിസ്റ്റാണ്, നമ്മൾ അയാളെക്കുറിച്ച് എന്തായാലും സംസാരിക്കും. പക്ഷേ വിനീത് ഒരു രക്ഷയില്ലാത്ത ഗംഭീര ആർട്ടിസ്റ്റാണ്. എന്ന് വെച്ചാൽ വിനീത് മാത്രമല്ല, അശോകൻ, ഇവരൊക്കെ മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഡയറക്ടേഴ്സിനെ നിങ്ങൾ എടുത്ത് നോക്കിയോ, എന്ന് വെച്ചാൽ ഏറ്റവും ഗംഭീര ഡയറക്ടേഴ്സിനെ എടുത്ത് നോക്കിയോ, അവരൊക്കെയും ഈ പ്രതിഭകളെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. അവരുടെ സിനിമകളിൽ കുറേ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് അവർ അധികം സിനിമകളിൽ ഇല്ലായിരുന്നു എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ കോമഡി വേഷങ്ങളിലേക്കോ, അല്ലെങ്കിൽ കോമഡിയുള്ള കഥാപാത്രങ്ങളിലേക്കോ അങ്ങനെ അവരങ്ങ് ചുരുങ്ങിപ്പോകുന്ന പോലെ. പക്ഷേ ഇപ്പോൾ നമ്മൾ വീണ്ടും അവരുടെ ആ ഒരു തിളക്കം കാണുകയാണ്. ഒരു എന്താ പറയുക, ഭയങ്കര ഗ്ലോറി എന്നൊക്കെ പറയുന്ന പോലെ. അശോകൻ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തെ എപ്പോഴൊക്കെ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് വാരിക്കോരി പുകഴ്ത്താനുള്ളത് ഉണ്ടായിട്ടുണ്ട്. തമാശയാണെങ്കിലും സീരിയസ് ആയിട്ടാണെങ്കിലും വിനീത് എന്ത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് താരങ്ങളുടെ വളരെയധികം അഭിനയ പ്രാധാന്യമുള്ള നിമിഷങ്ങളുടെ, പിന്നെ ഡോഗ്സിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി പരിപാടി. ഡോഗ്സിനോട് നമ്മൾ ആക്ഷൻ, നീ അവിടെ നിന്ന് ഇവിടം വരെ 4 അടി നടന്നിട്ട് തിരിഞ്ഞു നോക്കണമെന്ന് പറഞ്ഞാൽ ഡോഗ് തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. ഇനി അങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ്സിനെ അവർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാലും
അതിനൊരു ലിമിറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന ഹൈറ്റ്സിലേക്ക് പോവുക, ഈ ക്യാമറ റിഗ് സാധനങ്ങളൊക്കെ ആയിട്ട് പോയി ഷൂട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര ടാസ്ക്കാണ്. അതുപോലെ തന്നെ അതിൽ കോസ്റ്റ്യൂം ഇൻവോൾവ് ആയിരിക്കും, മാൻ പവർ ഇൻവോൾവ് ആണ്. അപ്പം അത്രയൊക്കെ സ്ട്രഗിൾ ചെയ്ത് ഇവരിങ്ങനെ ഒരു സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ കഥയ്ക്കകത്ത് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവുമെന്നാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ മലയാള ഭാഷ, ഇതിൻ്റെ ടീസർ നിങ്ങൾ കണ്ടു നോക്കുക, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയോ പഠിക്കാനുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്നിരുന്ന അല്ലെങ്കിൽ കേരളത്തിലേക്ക് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത് പോലെയുള്ള എന്തൊക്കെയോ എലമെൻസിൻ്റെ ഒരു സാധ്യതയുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഇതുവരെ റെഫർ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും റെഫർ ചെയ്തതിന് ശേഷം നമുക്കൊരു വീഡിയോ ചെയ്യാം. ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ് എക്കോ. അടിപൊളി പടമായിരിക്കും. വലിയ താരങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് താരങ്ങളൊന്നും വേണ്ടടാന്ന് നല്ല തിരക്കഥ നമ്മളോട് വിളിച്ച് പറയും. അപ്പം ഇതൊരു ഗംഭീര സിനിമയാവട്ടെ. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ക്രൂ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.